ആവർത്തിക്കുകയാണ്. കേരള നസ്രുൽ മുജാഹിദിന്റെ കീഴ്ഘടകമായ ബിസ്മി സ്ത്രീധനത്തിനും ആർഭാടത്തിനും ആഡംബരത്തിനും ധൂർത്തിനുമെതിരെ ഇസ്ലാമികമായി ലളിതമായ വിവാഹങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിലെ 1000-ലധികം വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ വിവാഹങ്ങൾക്കും ഒരു പ്രത്യേകത പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി സ്ത്രീധനം ഇല്ല എന്നതാണ്. വിവാഹത്തിന് രജിസ്റ്റർ ചെയ്ത രക്ഷിതാക്കൾ മുഖേന വിവാഹാലോചന നടക്കുന്നു. ഇരുകൂട്ടർക്കും അന്വേഷണം നടത്താൻ അഡ്രസ്സുകൾ കൈമാറുന്നു. അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ നടത്തിയിട്ട്, നടത്താതെയാണെങ്കിൽ അങ്ങനെ അവർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം ലളിതമായി നടത്തിക്കൊടുക്കുന്നു. ഇതാണ് അതിന്റെ രീതി. വിവാഹത്തില് നമ്മൾ ശ്രദ്ധിക്കുന്ന വശം, ഒന്ന് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാവുക, 2 പള്ളിയുമായി ബന്ധമുള്ള സ്ത്രീ പുരുഷന്മാരാവുക, 3 സ്ത്രീകൾ ഇസ്ലാമിന്റെ വേഷം പരിപൂർണമായി ധരിച്ചവരാവുക എന്നതാണ്. അങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുമ്പോൾ, 1000-ലധികം വിവാഹം നടത്തിക്കൊടുക്കുമ്പോൾ വിരലിലെണ്ണാവുന്നവയിൽ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് 99.4% പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലെ തകരാറുകളാണ്. സ്വാഭാവികമായോ മാനസികമായോ ശാരീരികമായോ ഉള്ള തകരാറുകൾ. അനുസരണത്തിന്റെയും വിവാഹത്തിൽ സംഭവിച്ചതും അതൊക്കെ തന്നെയാണ്. ഈ വിവാഹം ആഘോഷിക്കുന്നത് ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിന്നുകൊണ്ടാണ്. അവർ സെക്രട്ടേറിയറ്റ് കൂടി, മഹാപണ്ഡിതന്മാർ കൂടി പ്രമേയം പാസാക്കിയത് മുത്അ വിവാഹം മതവിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് മുത്അ വിവാഹമാണ് എന്ന രീതിയിലാണ്. കേരളത്തിലോ ഇന്ത്യയിലോ തന്നെയോ മുത്അ വിവാഹം നടക്കുന്നില്ല. താൽക്കാലിക വിവാഹം അഥവാ മുത്അ വിവാഹം എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത പടുവിഡ്ഢികളാണോ ഷബാബിന്റെ സെക്രട്ടേറിയറ്റിൽ ഉള്ളത് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇസ്ലാമിനെതിരെ അടിക്കാൻ കിട്ടിയ വടികൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ റോളിലാണ് ഇപ്പോൾ ഷബാബ് വർത്തമാനവും അഭിനയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആരോ ആകട്ടെ, ആരായാലും ശരി, ഇവിടെയുള്ള ഒരു പൗരൻ, ഒരാണും പുരുഷനും, ആരോ ആണും പെണ്ണെന്നുള്ള വിവാഹമാണ് ഇവിടെ പ്രയാസത്തിൽ കലാശിച്ചിരിക്കുന്നത്. ആ പ്രയാസത്തിൽ കലാശിച്ച വിവാഹ ജീവിതം നേരെയാക്കാൻ വല്ല മാർഗവുമുണ്ടോ? ആ പെൺകുട്ടിയുമായും ആൺകുട്ടിയുമായും ബന്ധപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ? ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്നല്ല പത്രമാധ്യമങ്ങൾ ചിന്തിച്ചത്. മറിച്ച് അത് ഒരു പ്രശ്നമാക്കി അവതരിപ്പിച്ച് ആരെയൊക്കെയോ കരിവാരിത്തേക്കുക എന്നതാണ്. അതിന്റെ ഇസ്ലാമിക വിരുദ്ധ രംഗത്ത് നമ്മുടെ സഹോദരങ്ങൾ, ഏത് വിഭാഗത്തെയാകട്ടെ, നമ്മുടെ സഹോദരങ്ങൾ കൂടി എന്നത് ഖേദകരമാണ്. അപ്പോൾ പ്രശ്നം വീണ്ടും വഷളാവുക മാത്രമാണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയല്ല ചെയ്യുന്നത്. ഈ രംഗത്ത് വിവാഹങ്ങൾക്ക് കമ്മീഷൻ വാങ്ങുന്ന ഏർപ്പാടോ സാമ്പത്തികമായ പാരിതോഷികങ്ങൾ പറ്റുന്ന ഏർപ്പാട് പോലുമോ ഇല്ല എന്നതാണ് വസ്തുത. ഈ അലാവുദ്ദീനും സൈനബയും തമ്മിലുള്ള വിവാഹം പ്രയാസകരമായ രീതിയിൽ കുറച്ചു കാലം മുന്നോട്ടു പോയി. പിന്നീട് ഒഴിവാക്കാമെന്ന ഘട്ടത്തിലേക്ക് ഇരുകൂട്ടരും സംസാരിക്കുകയുണ്ടായി. ഇരുകൂട്ടരും അതിനുവേണ്ടി സംസാരം നടത്തുകയുണ്ടായി. അപ്പോഴാണ് 1 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് അവർ 5 ലക്ഷം കിട്ടണമെന്ന് പറഞ്ഞത്. അപ്പോൾ വിവാഹമോചനം എന്ന ആശയം പെണ്ണിന്റെ വീട്ടുകാരും സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് 5 ലക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷെ വിവാഹമോചനം നടന്നിട്ടില്ല. പലരും ധരിച്ചിരിക്കുന്നത് വിവാഹമോചനം നടന്നിട്ടുണ്ട് എന്നാണ്. അതിനിടയിൽ ഡോക്ടർ അലാവുദ്ദീൻ ഒരു കത്ത് അറബിയിൽ എഴുതി ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹമോചനം ചെയ്യാൻ എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയമാണ് എനിക്കത്. ഞാനത് ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞു. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം പെൺവീട്ടുകാർ അതിന്റെ കോപ്പിയുമായി വന്നു. അവർക്കും അദ്ദേഹം അത് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ വിവാഹമോചനം നടന്നിട്ടില്ല. അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചുകൊണ്ട് കത്തയച്ചതിന് ഞാൻ ഉത്തരവാദിയുമല്ല. കാരണം എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനതിനെ അയാളെ ശക്തിയുക്തം എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്. ഇപ്പോ വിവാഹമോചനം നടന്നിട്ടില്ല. സൈനബ് അലാവുദ്ദീന്റെ ഭാര്യയാണ്. അലാവുദ്ദീൻ സൈനബയുടെ ഭർത്താവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനിയും ചെയ്യാവുന്നതാണ്. കരിവാരിത്തേക്കാൻ എല്ലാവരെ കൊണ്ട് സാധിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരെ കൊണ്ട് സാധിക്കും. പരിഹരിക്കാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തു ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, അവൾ സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ, സമാധാനപരമായി സംസാരിച്ചാൽ ഞാൻ അതിന് അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇതാണ് നമ്മുടെ നയം. അപ്പോൾ ആരോടെങ്കിലുമുള്ള വിരോധമോ വെറുപ്പോ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കട്ടെ. വ്യക്തിപരമായ വിരോധങ്ങളോ സംഘടനാപരമായ തിമിരമോ
നീതി പാലിക്കുന്നതിന് തടസ്സമാകാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. മതി ഉസ്താദ് 2-3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാം ക്ലിയർ ആയില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയത് സത്യം മറ്റുള്ള നമ്മുടെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കുക. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും.